ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട്, കോഴിപ്പാറ വെള്ളച്ചാട്ടം. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഈ കുരിശുമല പോയിട്ട് വരുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് 1 കിലോമീറ്റർ നടക്കാനുണ്ട്. ആ വഴിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, കോഴിപ്പാറ വെള്ളച്ചാട്ടം. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളച്ചാട്ടം കാണാൻ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കാഴ്ചകളെ കോഴിപ്പാറ വെള്ളച്ചാട്ടവും അവിടുത്തെ വിശേഷങ്ങളും. ഞാനിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് ശരിക്കും കേൾക്കാം കേട്ടോ. പോണ വഴിക്കൊക്കെ അന്യായ വ്യൂസാട്ടോ, മലകളൊക്കെ. നമുക്ക് കക്കോടംപൊയിൽ വന്നു കഴിഞ്ഞാൽ കുരിശുമല, സ്വർഗ്ഗക്കുന്നുമല, അതുപോലെ തന്നെ ഈ കോഴിപ്പാറ വെള്ളച്ചാട്ടം, ഇതൊക്കെ കണ്ടു പോകാനായിട്ട് കഴിയും ഒരു വൺ ഡേ ട്രിപ്പ് തന്നെ. അതുപോലെ തന്നെ ഒരു ഫാൻറ്റസി പാർക്കും ഉണ്ട്, വാട്ടർ തീം പാർക്കും ഉണ്ട് ഈ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപമായിട്ട്. ഇവിടെ ഒരുപാട് ചക്കകളൊക്കെ ഉണ്ട്, ചക്കപ്പഴം ഉണ്ട്, നല്ല മണമുണ്ട്. പറഞ്ഞ വാട്ടർ തീം പാർക്കാണ് ആ കാണുന്നത്. നമുക്ക് റോഡിൽ വരുമ്പോൾ ശരിക്കും കാണാൻ. കൊക്കോ ചെടികളുണ്ട്. എന്താ കായൊക്കെ ഉണ്ട്. ഇവിടുത്തെ മെയിൻ കൃഷികളിലൊന്നാണ് കൊക്കോയും ജാതിക്കയൊക്കെ. അതാണ് വാട്ടർ തീം പാർക്ക്. ഇതാണ് ഫാൻറ്റസി പാർക്ക്, സ്കൈ വേവ്. ഞാനിപ്പോൾ അവിടേക്ക് കയറുന്നില്ല, മോളെയും കൂട്ടി ഒരു ദിവസം നടന്നു. നമ്മളങ്ങനെ നടന്ന് കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് വേണം ഉള്ളിലോട്ട് കയറാൻ. ടിക്കറ്റ് നിരക്കൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നമ്മളങ്ങനെ 40 രൂപേൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. വേറെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ഗൂഗിൾ പേ ഉള്ളൂ. അപ്പോൾ വൈഫൈ കിട്ടും, നെറ്റ് കുറവാണ്. വൈഫൈ അവിടെ നിന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാനായിട്ട് കിട്ടും. ക്യാഷ് കൊടുക്കാൻ പറ്റില്ല. 40 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വെള്ളച്ചാട്ടത്തിലോട്ട് നടക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ദിവസം കക്കാടംപൊയിലോട്ട് വന്നിട്ടേ രാവിലെ 7:10 വന്നു ഞാൻ പറഞ്ഞില്ല ബസ്സിന്. അതിനുശേഷം നമ്മൾ കണ്ടതാണ് സ്വർഗ്ഗക്കുന്ന്, കുരിശുമല, അതേപോലെ തന്നെ കോഴിപ്പാറ വാട്ടർഫാൾസ്. ഇങ്ങനെ 3 സ്ഥലത്തേക്ക് നമുക്ക് ഒരു ദിവസം വൺ ഡേ ട്രിപ്പിൽ അടിക്കാനായിട്ട് കഴിയും, നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ പോലും നമുക്ക് പിന്നെയും സമയം ഒരുപാടുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അതിൽ നമ്മൾ ഡീറ്റെയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും പറയുന്നത് നമ്മൾ മോശമല്ലേ. അപ്പം നമുക്കിത് കണ്ട് ആസ്വദിക്കാം. നല്ല മനോഹരമായ വെള്ളച്ചാട്ടം. ഇവിടെ ഈ വെള്ളച്ചാട്ടം കാണാൻ വരുന്നവർ വെള്ളത്തിൽ ഇറങ്ങരുത്, അത് പ്രത്യേകം അവിടെ നിർദ്ദേശമുണ്ട്.
ഇവിടെ സൈഡിലൊക്കെ വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് കിടക്കരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോഴിപ്പാറ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. നമ്മൾ ഉഷാരേരി വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ട്, അതേപോലെ തന്നെ വയനാട്ടിൽ സൂചിപ്പാറ, മീൻമുട്ടി, ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ വലുത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കണ്ണൂർ പോയപ്പോൾ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ ഇത് വളരെ ചെറിയ വെള്ളച്ചാട്ടമാണ്, പക്ഷേ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഈ പാറയിലൊക്കെ ഇങ്ങനെ വെള്ളം ഉണ്ടാവും, നടക്കുമ്പോൾ നോക്കി നടന്നില്ലെങ്കിൽ ചിലപ്പോൾ വഴുക്കി വീഴാനുള്ള സാധ്യതയുണ്ട്. പായലും ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിന് തൊട്ടടുത്തായിട്ട് ഒരു കടയുണ്ട്. അവിടെ നമുക്ക് ചോറ് കിട്ടുമെന്ന് കയറി നോക്കാം, വിശക്കുന്നുണ്ട്. ഒരു കോഴിപ്പാറ ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അവിടെ ഫുഡ് ഉണ്ടോയെന്ന് അറിയില്ല, ഒന്ന് കയറി നോക്കാം. ചെറിയൊരു ഫുഡ് കോർട്ടാണ്. ചേച്ചി ഫുഡുണ്ട്. ഇവിടെ ചോറുണ്ട്, പക്ഷെ കറി ആയിട്ടില്ല ഇതുവരെ. അപ്പോൾ പിന്നെ നമുക്ക് കക്കോടമ്പയിൽ പോയിട്ട് കഴിക്കാം. നടത്തോ വണ്ടിയും കൊണ്ടൊക്കെ ഒരുപാട് സുഖം കേട്ടോ. അവിടേക്ക് കാഴ്ചകൾ കാണാനുള്ളതാണ്, യാത്രകൾ അനുഭവങ്ങളാണ്, അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുള്ളതാണ്, പങ്കിടൽ സന്തോഷകരമാണ്. അപ്പം ആ സന്തോഷകരമായ നിമിഷങ്ങളെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് എൻ്റെ പരിപാടി. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിലെ വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ മറക്കണ്ട. പുതിയ കാഴ്ചയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ റോയ്.